ചരിത്രത്തിന്റെ അതിരുകൾ താണ്ടി നമ്മെ വിസ്മയിപ്പിക്കുന്നൊരു ദേശമാണ് ഈജിപ്റ്റ്. ലോകത്തിലെ ഏറ്റവും പഴയ സിവിലൈസേഷനുകളിൽ ഒന്നായ ഈജിപ്റ്റ് അതിന്റെ മഹത്തായ പിരമിഡുകൾ കൊണ്ടാണ് ഇന്നും ലോകത്തെ ആകർഷിക്കുന്നത്. പ്രത്യേകിച്ച് ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ്, മനുഷ്യന്റെ കഴിവിന്റെയും ആർക്കിടെക്ചറിന്റെയും അത്ഭുത സൃഷ്ടി. പിരമിഡുകളുടെ പുറംഭാഗം നോക്കുമ്പോൾ തന്നെ അതിന്റെ ഭീമാകാരത നമ്മെ അത്ഭുതപ്പെടുത്തും. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇന്നത്തെ ടെക്നോളജി ഒന്നുമില്ലാതെ ഇത്തരമൊരു നിർമ്മാണം എങ്ങനെ സാധ്യമായി എന്നത് ഇന്നും ഒരു ചോദ്യമാണ്. സൂര്യന്റെ വെളിച്ചത്തിൽ മണൽ നിറമുള്ള പിരമിഡുകൾ തിളങ്ങുന്നത് കാണുന്നത് ഒരു പ്രത്യേക അനുഭവമാണ്. പിരമിഡുകളുടെ ചുറ്റും കാണുന്ന മരുഭൂമിയും ഒട്ടകയാത്രകളും പഴയ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ സാന്നിധ്യവും എല്ലാം കൂടി ഒരു കാലയാത്ര പോലെ തോന്നും. പിരമിഡിന്റെ അകത്ത് കടക്കുമ്പോൾ ഒരു ഭീതിയും അത്ഭുതവും കലർന്ന അനുഭവം നമ്മെ കാത്തിരിക്കുന്നു. ചെറിയ ചുരുങ്ങിയ വഴികൾ, കാറ്റ് കുറഞ്ഞ ഇടങ്ങൾ, കല്ലുകൊണ്ടുള്ള നീളമുള്ള പാതകൾ എല്ലാം ചേർന്ന് ഒരു രഹസ്യ ലോകം പോലെ. അകത്ത് പ്രധാനമായി കാണുന്നത് രാജാവിന്റെ ശവകുടീരമാണ്. ഫറോ രാജാക്കന്മാരുടെ മൃതദേഹം സൂക്ഷിക്കാൻ നിർമ്മിച്ച ഈ മുറികൾ അവരുടെ മരണാനന്തര ജീവിതത്തെ വിശ്വസിച്ചിരുന്ന പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ തെളിവാണ്. അവിടെ കാണുന്ന കല്ലുകൾ, ശില്പങ്ങൾ, എഴുത്തുകൾ all narrate stories of a civilization that existed thousands of years ago. പിരമിഡ് കാണുന്നത് ഒരു ടൂറിസ്റ്റ് അനുഭവം മാത്രമല്ല, അത് ഒരു ചരിത്രയാത്രയാണ്. ഓരോ കല്ലും ഒരു കഥ പറയുന്നു. അകത്തും പുറത്തും ഓരോ നിമിഷവും നമ്മെ വിസ്മയിപ്പിക്കുന്ന അനുഭവം. ഈജിപ്തിലെ പിരമിഡുകൾ നിഗൂഢതകളുടെയും വിസ്മയങ്ങളുടെയും ലോകം. പുരാതന ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഇന്നും തലയുയർത്തി നിൽക്കുന്ന ഏക അത്ഭുതമാണ് ഈജിപ്തിലെ പിരമിഡുകൾ. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ പോലെയുള്ള സാങ്കേതിക വിദ്യകളോ യന്ത്രങ്ങളോ ഇല്ലാതിരുന്ന കാലത്ത് മനുഷ്യൻ എങ്ങനെ ഇത്രയും ബൃഹത്തായ നിർമ്മിതികൾ പൂർത്തിയാക്കിയെന്നത് ഇന്നും ലോകത്തിനു മുന്നിലെ വലിയൊരു ചോദ്യചിഹ്നമാണ്. നൈൽ നദിയുടെ പടിഞ്ഞാറൻ തീരത്ത് മണൽക്കാട്ടുകളെ അതിജീവിച്ചു നിൽക്കുന്ന ഈ ശില്പങ്ങൾ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്നു. പുരാതന ഈജിപ്തുകാർ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നു. ഒരു മനുഷ്യൻ മരിച്ചാലും അയാളുടെ ആത്മാവ് നിലനിൽക്കുന്നുവെന്നും ആ ആത്മാവിന് വിശ്രമിക്കാൻ ശരീരം അഴുകാതെ സൂക്ഷിക്കണമെന്നും അവർ കരുതി. ഫറവോമാരുടെ ശവകുടീരങ്ങൾ. ഈജിപ്ഷ്യൻ രാജാക്കന്മാരെയാണ് ഫറവോമാർ എന്ന് വിളിച്ചിരുന്നത്. അവരുടെ ഭൗതിക ശരീരങ്ങൾ മമ്മികളായി സംരക്ഷിക്കാനാണ് പിരമിഡുകൾ നിർമ്മിച്ചത്. രാജാവിനോടൊപ്പം വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ഭക്ഷണം, ഫേർണിച്ചറുകൾ തുടങ്ങി മരണാനന്തര ജീവിതത്തിന് ആവശ്യമാണെന്ന് അവർ വിശ്വസിച്ച എല്ലാം പിരമിഡിനുള്ളിൽ വെച്ചിരുന്നു. പിരമിഡുകൾ ഒറ്റയടിക്കുണ്ടായതല്ല, അവയുടെ നിർമ്മാണ രീതി കാലക്രമേണ മാറിയതാണ്. മസ്തബകൾ ആദ്യകാലത്ത് ചതുരാകൃതിയിലുള്ള പീഠങ്ങൾ പോലെയുള്ള ശവകുടീരങ്ങളായിരുന്നു നിർമ്മിച്ചിരുന്നത്. സ്റ്റെപ്പ് പിരമിഡ് ഡിജോസർ രാജാവിനു വേണ്ടി സാഖാറയിൽ നിർമ്മിച്ച പിരമിഡാണിത്. ഒന്നിലധികം മസ്തബകൾ ഒന്നിനു മുകളിൽ ഒന്നായി വെച്ച രീതിയിലാണിത്. പിന്നീട് വന്ന രാജാക്കന്മാരാണ് ഇന്ന് നമ്മൾ കാണുന്ന മിനുസമാർന്ന വശങ്ങളുള്ള പിരമിഡുകൾ നിർമ്മിച്ചത്. ഏറ്റവും പ്രശസ്തമായത് ഗിസയിലെ മഹാപിരമിഡാണ്. ഏകദേശം BC 2560 ഖുഫു രാജാവിന് വേണ്ടിയാണ് ഇത് നിർമ്മിച്ചത്. നിർമ്മാണത്തിന് ഏകദേശം 23 ലക്ഷം കല്ലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്.
ഓരോ കല്ലിനും ശരാശരി 2.5 ടൺ ഭാരമുണ്ട്. ചില കല്ലുകൾക്ക് 80 ടൺ വരെ ഭാരമുണ്ട്. ഉയരം ഏകദേശം 4500 വർഷത്തോളം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിത വസ്തുവായിരുന്നു ഇത്. കൃത്യത ഇതിന്റെ വശങ്ങൾ കൃത്യമായി വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് ദിശകളിലേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത്. ആധുനിക കോമ്പസ് ഇല്ലാതിരുന്ന കാലത്ത് അവരിത് എങ്ങനെ സാധിച്ചു എന്നത് അത്ഭുതകരമാണ്. ഇത്രയും ഭാരമുള്ള കല്ലുകൾ എങ്ങനെ മുകളിലെത്തിച്ചു എന്നതിനെക്കുറിച്ച് പല സിദ്ധാന്തങ്ങളുണ്ട്. മണലോ മണ്ണോ ഉപയോഗിച്ച് ചെരിഞ്ഞ പാതകൾ നിർമ്മിച്ച് കല്ലുകൾ വലിച്ചു കയറ്റി എന്നാണ് കരുതപ്പെടുന്നത്. തൊഴിലാളികൾ പിരമിഡുകൾ അടിമകളെക്കൊണ്ട് നിർമ്മിച്ചതാണെന്നൊരു ധാരണ പണ്ടുണ്ടായിരുന്നു. എന്നാൽ പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് ശമ്പളം പറ്റിയിരുന്ന വിദഗ്ധരായ തൊഴിലാളികളാണ് ഇവ നിർമ്മിച്ചത് എന്നാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.